വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചെറുതായിട്ട് മുഖത്ത് ഓർക്കക്ഷീണുണ്ടല്ലേ? ഉണ്ടാവും, കാരണം പുലർച്ചെ 3 മണിയാണ് ഇപ്പോൾ സമയം. ഞാനൊരു 2:30-ക്ക് എണീറ്റ് മേലൊക്കെ കഴുകി ചെറുതായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. ഇന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഒരു 3:45 3:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എത്തും. ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 മണിക്കൂർ മുന്നേ, അതായത് ഇന്നലെ 3-4 മണിക്കൂർ മുന്നെയാണ് ഞാൻ തല നനച്ചിട്ട് ഹെയർ വാഷ് ചെയ്തത് കേട്ടോ. അത് കാരണം ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് തല നനയ്ക്കാനൊന്നും നിന്നില്ല. കാരണം ഒരു 4 മണിക്കൂർ മുൻപ് 4 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട്. ഇപ്പോഴും ബാക്ക് സൈഡൊന്നും ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് പോലുമില്ല. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നില്ല, ജസ്റ്റ് മേല് കഴുകി അതുപോലെ തന്നെ ചെറുതായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ഐലൈനർ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എൻ്റെ ഡ്രസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ക്രോപ്പ് ടീഷർട്ട് ബ്ലാക്ക്, ഒരു സാറയുടെ പാൻറ്റ് പാരച്യൂട്ടിൻ്റെ ഒരു ഒലീവ് ഗ്രീൻ കളറാണ് കേട്ടോ. യെസ്, അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് മിനിറ്റ് എന്താ പറയുക, എടുത്ത് വെക്കൽ മാത്രമേ ഉള്ളൂ. ചാർജർ, ഫോൺ, പവർ ബാങ്ക്, ഹെഡ്സെറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. യെസ്, പറ്റിയപ്പോൾ നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം, ഓർ കാറിൽ കയറിയിട്ട് കാണാം. അപ്പം ഞാൻ ജസ്റ്റ് ഇതാ ഹെയറൊക്കെ ഒന്ന് ടൈ ചെയ്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ഇട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്തു. പിന്നെ എൻ്റെ പൂക്കി ക്ലിപ്പൊക്കെ ഞാൻ അതിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടിയിൽ കയറുമ്പോൾ ഞാൻ ക്ലിപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പൂക്കി ക്ലിപ്പാണ് ഞാൻ തലയിൽ കുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സ്യൂട്ട് കേസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, ബാക്ക് പാക്കിങ്ങിൻ്റെ സ്യൂട്ട് കേസ് ഇതായിരുന്നില്ല, ഒരു ഗ്രേ കളറായിരുന്നു. ലാസ്റ്റ് ടൈം അതൊന്ന് ചേഞ്ച് ചെയ്യേണ്ട വന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്തു. പിന്നെ വണ്ടി പുറപ്പെട്ടു. അങ്ങനെ നമ്മളിത് എയർപോർട്ടിൽ എത്തി ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ഒരു കഫേയിലോ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ഹോർലിക്സ് കുടിച്ചു. ഞാൻ ഹോർലിക്സാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ ഡ്രൈവറും അതുപോലെ തന്നെ അച്ഛനും ചായയും കോഫിയൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മളതൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇതുവരെയായിട്ട് എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞില്ല അല്ലേ, പറയാം കേട്ടോ ഞാൻ. യെസ്, അങ്ങനെ എത്തിയപ്പോൾ കുറച്ച് നേരത്തെയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ പിന്നെ നമ്മൾ പുറത്തിരുന്ന് കുറച്ച് നേരം, ഒരു 15 മിനിറ്റ്സൊക്കെ നമ്മൾ പുറത്തിരുന്നു. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചെക്കിങ്ങിനൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് കയറിയത് കേട്ടോ. യെസ്, അപ്പോൾ ഞാൻ അച്ഛനായിട്ട് എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. യെസ്, അച്ഛൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഫേസ് ബ്ലറാണ്, എൻ്റെ ഫേസ് നല്ല ബ്രൈറ്റായിട്ടും ബ്ലറൊന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ട്, നീ അങ്ങനെ സെറ്റ് ചെയ്തേക്കുകയെന്നാണ് അച്ഛൻ പറയണത്. പക്ഷേ അത് സിനിമാറ്റിക്കിൽ എടുത്തപ്പോൾ അങ്ങനെ ആവണതാണ്. പിന്നെ നമ്മളിത് ആ ചെക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറി, എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറൊരു ചെക്കിങ് ഉണ്ട്, സെക്യൂരിറ്റി ചെക്കിങ്. അവിടെ എത്തിയപ്പോൾ പിന്നെ ഇടയ്ക്കുള്ളത് ഒരു ടെൻഷനാണ്. എല്ലാം കൂടി എടുത്ത് വെക്കുക, പെട്ടെന്ന് പിന്നെ ചെക്കിങ്ങിൽ കയറുക. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോർഡിങ്ങിനായിട്ട് ഗേറ്റിൻ്റെ അവിടെ വന്നു കേട്ടോ. നമ്മളൊരു 2 hours മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു ഗേറ്റിൻ്റെ അവിടേക്ക്. കുറച്ച് നേരം നമ്മൾ എന്ത് ചെയ്തു, അവിടെയൊക്കെ ഒന്ന് നടന്നു ഗൈസ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. സോ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ സ്പൈസി ചങ്കി ചിക്കൻ നൂഡിൽസാണ്, കപ്പ് നൂഡിൽസാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പുറത്ത് ഇതിന് റേറ്റ് വരുന്നത് 50 60 70 അങ്ങോട്ടാണ് റേറ്റ്. നോക്കട്ടെ, 70 അങ്ങോട്ടാണ്. പക്ഷേ ഇതിൽ 300 എന്നാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ സാധാ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു 70-50ക്കാണ് ഞാൻ മേടിക്കാറുള്ളത് കേട്ടോ. പിന്നെ നോർമലി എയർപോർട്ടിൽ എല്ലാ ഫുഡിനും നല്ല റേറ്റാണ്. സോ നമ്മൾ ഈ ഒരു നൂഡിൽസ് മേടിച്ചേക്കേണ്ടത് 300 rupees കൊടുത്തിട്ടാണ്. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് 9:20 അതുകൊണ്ട് കുറച്ചധികം ടൈമുണ്ട്. ഇപ്പോൾ സമയം 7 മണി. അച്ഛപ്പം എത്ര മണിയായി? 7 മണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. സോ 9:20 ഫ്ലൈറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ബോർഡിംഗ് പാസും എല്ലാ കാര്യങ്ങളും കിട്ടി. ഫ്ലൈറ്റിൽ കയറേണ്ട ടൈം ഒരു 8:45 ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. സോ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ പോയാൽ മതി. അപ്പോൾ അത്രയും നേരം നമ്മളിവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മുടെ ഗേറ്റ് നമ്പർ 1 ആണ്. അത് ഒരു അറ്റത്താണ്, നമ്മൾ ഈ ഒരു അറ്റത്താണ് നിൽക്കുന്നത്. കാരണം ഫുഡ് കോർട്ടൊക്കെ കൂടുതലും ഈ ഒരു അറ്റത്തേക്കാണ് കേട്ടോ. ഇവിടെ വന്നിരുന്നു, ഇവിടെയാണ്. പിന്നെ ടോയ്ലറ്റൊക്കെ ഉണ്ട് അടുത്ത്. യെസ്, കുറച്ച് തിരക്കുണ്ട് കേട്ടോ. ഒരു ടീമൊക്കെ എത്തിയിട്ടുണ്ട്. അതായത് എന്താ പറയുക, ക്യാപ്പൊക്കെ വെച്ച് ഒരുവിധം കുറേ പേര് ഒരേപോലെയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഉറക്കം വരുന്നുണ്ട്. ശരിക്കും ഉറങ്ങിയിട്ടില്ലല്ലോ. കാറിലിരുന്നിട്ട് ഞാനൊരു 1 hour ഉറങ്ങി. അച്ഛൻ ഇവിടെ വീഡിയോ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്, ഏതൊക്കെയോ ഒരു വീഡിയോസ് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. സോ നമ്മുടെ നൂഡിൽസ് സെറ്റായിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. സെറ്റായിട്ടില്ല, കുറച്ച് അടച്ചിരിക്കാം. അച്ഛൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് വെജിറ്റബിൾ കപ്പ് നൂഡിൽസ് ആയിരുന്നു. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ മുൻപും കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം. അങ്ങനെ എനിക്ക് ഫ്ലേവേർഡായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചിക്കൻ നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്തായാലും നൂഡിൽസ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അച്ഛൻ അങ്ങനെ കഴിക്കാറില്ല, പക്ഷേ ഇത് അച്ഛന് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. സോ ഇതായിട്ടുണ്ട്, നമുക്ക് കഴിക്കാം കേട്ടോ.
ഞാനൊരു വായ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അയ്യോ എന്നെ മേലൊക്കെ പോയി. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വാഷ്റൂമിൽ പോയി. അത് കഴിഞ്ഞ് സെറ്റായി. ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കേട്ടോ. ഒരു ഒലീവ് ഗ്രീൻ കളർ പാൻറ്റാണ് ഇത്, സാറയുടെ ആണ് കേട്ടോ. പിന്നെ ഒരു ടോപ്പ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഗേറ്റ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ 1 പക്ഷെ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ ഗേറ്റ് നമ്പർ 4 വന്നിരിക്കുകയാണ്. 4 ഇത് 4 യെസ് 4 വന്നിരിക്കുന്നത് കേട്ടോ. സോ അച്ഛനിവിടെ ഫോണൊക്കെ ചാർജ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. ഞാൻ ഫോൺ ചാർജ് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് വേണം ചാർജ് ചെയ്യാനായിട്ട്. ഇപ്പം സമയം 8 മണി കഴിഞ്ഞില്ല അച്ഛാ? ഷാർപ്പ് 8 മണി കേട്ടോ. ഒരു 8:30 8:45 സ്റ്റാർട്ട് ചെയ്യില്ല, ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നിന്ന് ഒരാളില്ല കേട്ടോ, ബാക്കിലൊരാളുണ്ട്, ഇവിടെ നിന്ന് ഒരാളില്ല. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഞാൻ മൈക്കെടുത്ത് സംസാരിക്കേണ്ടത് കേട്ടോ. പിന്നെ കുറച്ച് നേരം നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് ഫോണിൽ കളിച്ചു കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് പവർ ബാങ്ക് ഉള്ള കാരണം ഞാൻ ധൈര്യമായിട്ട് ഫോണിൽ കളിച്ചു. അച്ഛൻ പിന്നെ ചാർജിങ് വെച്ചേക്കായിരുന്നു കേട്ടോ ഫോൺ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ എപ്പോഴും പറയുന്നത് അച്ഛൻ്റെ ഫോൺ അച്ഛൻ്റെ ഫേസ് ബ്ലറാണ്, എൻ്റെ ഫേസ് മാത്രമാണ് ഇത്ര ക്ലിയറായിട്ടും ബ്രൈറ്റായിട്ട് ഇരിക്കണേന്ന്. കുറച്ച് ഡിലേ ആയിട്ടാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ബോർഡിങ് ആയിട്ടുണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. പക്ഷേ ഈ ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ഫ്ലൈറ്റ് പോലെ എനിക്ക് തോന്നിയില്ല. കാരണം എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഒരു ഓറഞ്ച് ഒരു ഫ്ലൈറ്റാണ്. അപ്പോൾ അതല്ലായിരുന്നു ഫ്ലൈറ്റ്, ഒരു ബ്ലൂവും വൈറ്റായിരുന്നു. ആദ്യം നമ്മൾ ചോദിച്ചു ഇൻഡിഗോ ആണ്. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഇൻഡിഗോ അല്ല, അന്ന് എയർ ഇന്ത്യ അല്ല. ഫ്ലൈറ്റിൻ്റെ പേരും കാര്യങ്ങളൊന്നും അതിലുണ്ടായിരുന്നില്ല. പിന്നെ വിസ്താരയുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ എടുത്തതെന്ന് കേട്ടിട്ടുണ്ട്. സോ ചിലപ്പോൾ അതായിരിക്കാം, അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, ചിലപ്പോൾ അതായിരിക്കും. ഞാനാണെങ്കിൽ ഒരൊറ്റ വട്ടം വിസ്താരയുടെ ഫ്ലൈറ്റിൽ പോയിട്ടുള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല അതേത് ഫ്ലൈറ്റാണ്. അങ്ങനെ നമ്മളിതാ വലതുകാല് വെച്ച് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു, ഫുള്ളായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആരും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് ഫ്ലൈറ്റ് ഫുള്ളാണ്. പിന്നെ എനിക്ക് വിൻഡോ സീറ്റ് അല്ല, അതാണ് ഏറ്റവും എനിക്ക് പണിയായിട്ട് കിട്ടിയത് തോന്നിയത് കേട്ടോ. വിൻഡോ സീറ്റ് അല്ല, നോർമലി എപ്പോഴും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ വിൻഡോ സീറ്റാണ് കിട്ടാറുള്ളത്. ഇപ്രാവശ്യം എന്തോ വിൻഡോ സീറ്റല്ല, തെറ്റത്തെ സീറ്റാണ്. സോ ഫ്ലൈറ്റ് പൊങ്ങണതും ഇറങ്ങണതും ഒന്നും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അറ്റത്തെ സീറ്റായിരുന്നു കേട്ടോ, അച്ഛൻ അപ്പുറത്തെ റോയിൽ അറ്റത്തെ സീറ്റ്, ഞങ്ങൾ രണ്ടുപേരും തെറ്റത്തായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാനാ, പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും എനിക്കപ്പോൾ മൂഡുണ്ടായിരുന്നില്ല, കാരണം വിൻഡോ സീറ്റ് അല്ലല്ലോ. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉൾഭാഗം കണ്ടപ്പോഴും മനസ്സിലായി എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഇല്ലാന്ന്. കാരണം സീറ്റിൻ്റെ കളർ ബ്ലൂ ആയിരുന്നു. അതുപോലെ തന്നെ ഈ റൂഫുമുള്ള ലൈറ്റ് എനിക്കങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കെന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ള തോന്നി ഫ്ലൈറ്റ്. പിന്നെ ചാർജിങ് പോയിൻ്റ് ഉണ്ടായിരുന്നു, എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ അങ്ങനെ ചാർജിങ് പോയിൻ്റ് ഉണ്ടാവാറില്ല. ഒരു ഓറഞ്ച് സീറ്റിൻ്റെ കവറായിരിക്കും. യെസ്, മൊത്തത്തിലൊരു ചേഞ്ച് തോന്നിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചിലപ്പോൾ വിസ്താരയുടെ ഫ്ലൈറ്റ് ആവാം, അല്ലെങ്കിൽ പുതിയ വല്ല ഫ്ലൈറ്റ് ആയിരിക്കാം. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തത് എയർ ഇന്ത്യ ആയിരുന്നു. പിന്നൊരു കാര്യം ഉണ്ടായി ഗൈസ്, നമുക്ക് കോംപ്ലിമെൻ്ററി ഫുഡ് ഉണ്ടായിരുന്നു. കോംപ്ലിമെൻ്ററി ആണോ അതോ നമ്മൾ എന്താ പറയുക ഓർഡർ ചെയ്താണോ എന്നറിയില്ല, നമ്മളല്ല ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഫുഡ് ഉണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയി എന്ന് പറയാം നൂഡിൽസ് കഴിച്ചിട്ട്. എനിക്ക് ചിക്കൻ്റെ വെജോ സാൻഡ്വിച്ച് ആയിരുന്നു, നല്ല ചീസ് സാൻഡ്വിച്ച് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛന് ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. അങ്ങനെ നമ്മളൊരു 1.5 hour ട്രാവലാണ് തോന്നുന്നു, ടൈമൊന്നും നോക്കിയില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ചാക്കോച്ചൻ്റെ ഒരു പഴയ മൂവിയാണ്, അത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹൈദരാബാദ് എത്തിയപ്പോൾ നമുക്ക് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല, അടുത്ത ഫ്ലൈറ്റ് പെട്ടെന്ന് തന്നെയായിരുന്നു കേട്ടോ, ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ വേഗം പോയി നമ്മൾ ചെക്കിങ്ങിൽ പോയി, ചെക്കിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല ലേറ്റ് ഉണ്ടായിരുന്നു. ഫൈനൽ കോൾ അടക്കം വിളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് അറിയാണ്ടാണ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നത്. പിന്നെ ടൈം നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം തന്നെയാണെന്ന് മനസ്സിലായത്. പിന്നെ നമുക്ക് അങ്ങോട്ട് ഒരു ഓട്ടമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദ് എയർപോർട്ട് ഞാനങ്ങനെ കണ്ടിട്ടില്ല. സോ ഒന്ന് കറങ്ങി നടന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ടൈം ഉണ്ടായിരുന്നില്ല. ഫുള്ള് മൊത്തത്തിൽ ഓട്ടമായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് ഇതൊരു ഫ്ലൈറ്റ് അതിൻ്റെ ഇടയിൽ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ പോണ ഫ്ലൈറ്റ് കാണിച്ചു തരാം കേട്ടോ, എയർ ഇന്ത്യയുടെ. അത് ശരിക്കും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഫൈനൽ കോളായിട്ട് നമ്മൾ കുറച്ച് ഡിലേ ആയി. നമ്മളല്ല ഫ്ലൈറ്റ് കൊച്ചി ടു ഹൈദരാബാദ് കുറച്ച് ഡിലേ ആക്കിട്ടോ. സോ നമ്മൾ ഓടുകയാണ്. ഫൈനൽ കോൾ വിളിച്ചു, ആദ്യമായിട്ടാണ് ഫൈനൽ കോൾ വിളിച്ചിട്ടൊക്കെ പോണത് കേട്ടോ. അച്ഛൻ്റെ ബാക്കിൽ വരുന്നുണ്ട്, നമ്മൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് അവിടെ എത്തി. സോ നമുക്ക് ഓടണം. ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്ന്
കാണാൻ പോലും പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം നമ്മൾ അങ്ങനെ ഇതുവരെ ലേറ്റ് ആയിട്ട് പോയിട്ടില്ല. യെസ്, ഇതാണ് കേട്ടോ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റ്. പക്ഷേ ഇതിലല്ല നമ്മൾ കയറുന്നത് ഇതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫ്ലൈറ്റ് ശരിക്കും ഫ്ലൈറ്റ് കാണുന്നുണ്ട്. ഇത് ഒമാൻ എയറാ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓടിയ തന്നെ ഭയങ്കര കിതപ്പൊക്കെ ആയിരുന്നു, നല്ല രീതിക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ബാക്ക് പെയിൻ്റെ ചെറിയൊരു വിഷയമുള്ള കാരണം ഞാൻ അധികം ഓടിയില്ല കേട്ടോ, കാരണം ഓടിക്കഴിഞ്ഞിട്ട് ഞാൻ വീഴും. അങ്ങനെ നമ്മളിതാ വലതുകാലം വെച്ചിരുതാ വീണ്ടും അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലൈറ്റ്. സീറ്റൊക്കെ കണ്ടോ, ഓറഞ്ച് കളർ, ഓറഞ്ച് അല്ല ഒരു പ്രത്യേക കളർ. നമ്മൾ അടുത്തായിരുന്നു കേട്ടോ സീറ്റ്. എനിക്ക് തോന്നുന്നു B-C ആയിരുന്നു സീറ്റ്, അത് കാരണം നമ്മൾ അടുത്തടുത്തായിരുന്നു. പക്ഷേ ഇപ്പോഴും നമുക്ക് വിൻഡോ സീറ്റ് ഇല്ല. വിൻഡോ സീറ്റിൽ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി കിടക്കണ കാരണം, തല വെച്ചിട്ട് ചാരി വെച്ച് സീറ്റിൽ കിടക്കണ കാരണം എനിക്ക് സുഖമായി വീഡിയോ എടുക്കാൻ പറ്റി. എന്താ പറയുക, ഫ്ലൈറ്റ് പൊങ്ങണതും ഇറങ്ങണതൊക്കെ ചെറുതായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നോർമലി ഫ്ലൈറ്റിൽ എപ്പോഴും ഞാൻ വിൻഡോ സീറ്റാണ് പ്രിഫർ ചെയ്യാറുള്ളത്, എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. എനിക്കിങ്ങനെ കണ്ടു കഴിയുമ്പോൾ കുഴപ്പമില്ല, അതായത് ഫ്ലൈറ്റ് പൊങ്ങണതും ഇറങ്ങുന്നതും കാണുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് ശരിക്കും ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഇന്ന് ഫ്ലൈറ്റിൽ പൊങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. ഞാൻ എന്തോ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങുന്നതും പൊങ്ങുന്നതും നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കാണാണ്ടിരിക്കുമ്പോൾ ഫുൾ ബോഡി ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കില്ല, ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ജേണി നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മളിതാ ഫൈനലി പാട്നയിലെത്തി. പാട്നയിൽ നിന്ന് പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി. ഇതായിരുന്നു നമ്മൾ വന്ന ഫ്ലൈറ്റ്, നമ്മൾ വന്ന വണ്ടി ഇതായിരുന്നു. ഇതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. പക്ഷെ നമ്മൾ കൊച്ചി ടു ഹൈദരാബാദ് വന്നത് വേറെ ഏതോ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. പാട്നയുടെ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കാറ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കവർ കാറ് തന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പാട്ന ബീഹാറിലാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നത്. ഇനി 2 വീക്സ് നമ്മളിവിടെ ഉണ്ടാവും. ഇവിടെ കളരി പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഞാനും അച്ഛനും നളന്ദ യൂണിവേഴ്സിറ്റിയിലേക്ക് കേട്ടോ. അങ്ങനെ പോണ വഴിയിൽ മഴയൊക്കെ പെയ്തു. പിന്നെ ഇവിടെ ഗംഗാനദിയാണ് കേട്ടോ. ഇത് ഗംഗാനദി ഭയങ്കരമായിട്ട് ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ഫ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നാണ് അവർ പറഞ്ഞത്. നിങ്ങൾക്ക് കാണാൻ പറ്റും മരങ്ങൾ, അതുപോലെ തന്നെ വീടുകളൊക്കെ. ഇതൊക്കെ വീടാണ് കേട്ടോ അതിൻ്റെ ഇടയിലുള്ളത്, കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. അതൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ പോയേക്കാണ് കേട്ടോ. അത്രയ്ക്കും നല്ല വലിയ ഫ്ലഡാണ് ഇവിടെ ഉണ്ടായേക്കണതെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ഒരു 4 മണി ആകുമ്പോഴാണ് ലഞ്ച് കഴിക്കേണ്ടത്. ഉച്ചത്തെ ഇവിടുത്തെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് കഴിച്ചതുകൊണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ ബിരിയാണി. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. നാട്ടിലത്തെ ഫുഡ് വേറെ, ഇവിടുത്തെ ഫുഡ് വേറെ. പിന്നെ ഇവിടെ വന്നാലും ബിരിയാണി കഴിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല, കാരണം ഞാൻ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു. എൻ്റെ ഫേസിൽ എക്സ്പ്രഷൻ കണ്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ചധികം കൽക്കണ്ടം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു 3 മണിക്കൂർ ട്രാവൽ ഉണ്ട് കാറിൽ. അപ്പോൾ അത് കുറച്ചൊക്കെ കൽക്കണ്ടം കഴിച്ചിട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചൊക്കെ ഞാൻ ഉറങ്ങി കേട്ടോ. പിന്നെ ഇവിടെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. വലിയ വലിയ ബിൽഡിങ്സ് ഇല്ല, ഷോപ്സ് ഇല്ല, ഫുൾ പാടം, അതുപോലെ തന്നെ ഇങ്ങനെ പനമരം, പശു, അങ്ങനത്തെ കുറേ നമ്മുടെ നാട് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, വലിയ വലിയ ബിൽഡിങ്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഒരു ഷോപ്പ് പോലും ഞാൻ വഴിയിൽ കണ്ടില്ല കേട്ടോ. ഈ ഒരു 2 hours ട്രാവൽ ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഷോപ്പ് കണ്ടത്. അങ്ങനെ ഫൈനലി നമ്മളിതാ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു 45 ഏക്കറോ അങ്ങനെ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. 45 സംതിങ് എത്രയോ ഏക്കറോ തോന്നുന്നുണ്ട്. അത്രയും വലിയ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. യെസ്, ഞാനിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു കാര്യം നിങ്ങളായിട്ട് പറയുമ്പോൾ ശരിക്കും ആണോ അല്ലേന്ന് നോക്കിയിട്ട് വേണ്ട പറയാൻ. അപ്പോൾ നോക്കിയപ്പോൾ 45 ഏക്കറാണ് ഈ ഒരു ക്യാമ്പസ് ഉള്ളത്. നല്ല വലിയ ക്യാമ്പസാണ്. ഞങ്ങൾ അത്യാവശ്യമൊക്കെ നടന്ന് കണ്ടു അന്നത്തെ ദിവസം കേട്ടോ. പിന്നെ ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാൻ നല്ല രീതിക്ക് ടയേർഡായിട്ടുണ്ടായിരുന്നു. യെസ്, വന്നുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നു. അപ്പം തന്നെ നമ്മൾ എണീറ്റ്, പിന്നെ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം കേട്ടോ. ഒരു വാഷ്റൂമുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്, പിന്നെ കുഴപ്പമില്ല, മൊത്തത്തിൽ നല്ലതായിരുന്നു. ടേബിള്, ചെയർ, പിന്നെ TV, പിന്നെ വൈഫൈ, AC, ഫാൻ, ഒരു കബോർഡ് ഷെൽഫ് ഉണ്ടായിരുന്നു, പിന്നെ മിനി ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല ഒരു റൂമായിരുന്നു. പിന്നെ നിങ്ങൾ ഈ ഇഷ്ടിക കണ്ടോ, ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയത് കാണുമ്പോൾ എല്ലാതും ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം 8 മണി ആവാറായിട്ടുണ്ട്. 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. നമ്മൾ റൂമിൽ ബാഗൊക്കെ വെച്ച്, ഞാൻ മൈക്ക് എടുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് സൗണ്ട് ചിലപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവും. ബാഗൊക്കെ വെച്ച് നമ്മൾ ക്ലാസ് എടുക്കേണ്ട എന്താ പറയുക, എന്തിൻ്റെ അത് ഹോളാണെന്ന് വെച്ചാൽ ബാസ്കറ്റ് ബോളിൻ്റെ കോർട്ടിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ചീവിടിൻ്റെ സൗണ്ടല്ലോ അത്.
സോ നമ്മൾ അവിടെയൊക്കെ പോയി നോക്കി എല്ലാം സെറ്റാക്കി. ഈ ഒരു റെഡ് കളർ കണ്ടോ, ഇവിടേക്കാണ് നമ്മൾ പോകണത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നളന്ദ യൂണിവേഴ്സിറ്റി നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു യൂണിവേഴ്സിറ്റിയിലെ ഇതാണ് യൂണിവേഴ്സിറ്റി കേട്ടോ, ക്യാമ്പസിൻ്റെ. ഇതുപോലെ കുറേ ബിൽഡിങ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ 455 ഏക്കറാണ് കണ്ടത് മൊത്തത്തിൽ ഈ ഒരു യൂണിവേഴ്സിറ്റി. അതിലൊരു പോർഷൻ ഇതാണ് കേട്ടോ. ഇതുപോലെ ഫുൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു ബിൽഡിംഗ് ഇല്ലേ ഇത്രയും, ഇതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഓൾമോസ്റ്റ് ഫുഡ് കഴിക്കാൻ അവിടെ എത്താറായിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ട് നടക്കും. ഇന്നാണ് നമുക്ക് ഒരു 5 മണി നമ്മൾക്ക് എണീക്കണം. കാരണം നമ്മുടെ ക്ലാസ്സിന് ടൈം വന്നിട്ടുണ്ടെങ്കിൽ 6 o'clock to 7 o'clock ആണ് മോർണിംഗ്. ഈവനിങ്ങും സെയിം ടൈം തന്നെ 6 to 7. സോ നമുക്ക് 5 മണിക്ക് എണീറ്റ് ഫ്രഷായിട്ട് ഒരു 5:30 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ, കുറേ നല്ല കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട്. ഈ റെഡൊക്കെ കണ്ടോ, ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. റെഡ് അതന്നെ റെഡ് ബ്രിക്കില ഫുള്ള് ബിൽഡിങ് ഒരു ബ്രിക്ക് കളറാണ് കേട്ടോ. ചിലത് ബ്രിക്കാണ് ഫുള്ള്, ചിലത് ബ്രിക്ക് കളറിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളി ക്യാമ്പസാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയൊക്കെ പിക്ചർ കാണാൻ പറ്റും. ഫുഡ് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. റൈസ് വേണമെങ്കിൽ റൈസ്, റൊട്ടി, എഗ്ഗ്, പിന്നെ 2-3 കറികളും ഉപ്പേരിയും വെജിറ്റബിൾസ് സാലഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എത്തി റൂമിലേക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് മേല് കഴുകി ഇനി നമ്മൾ കിടന്ന് ഉറങ്ങും കേട്ടോ. കാരണം ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നാളെ രാവിലെ 5 മണിക്ക് എണീക്കണം, ക്ലാസ്സിന് പോകേണ്ടതാണ്. അപ്പോൾ നേരത്തെ കിടക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് അത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.